ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ അപ്പുപ്പൻ താടി എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് രണ്ട് വികൃതിക്കുട്ടന്മാരായ മുയലുകളുടെയും ഒരു അപ്പുപ്പൻ കരടിയുടെയും കഥയാണ്. ഒരിടത്ത് ഒരു കാടുണ്ടായിരുന്നു. നല്ല മനോഹരമായ വെള്ളച്ചാട്ടവും ആനയും കാട്ടിലെ രാജാവായ സിംഹവും കടുവയും ഒക്കെ താമസിച്ചിരുന്ന ഒരു വലിയ കാട്. ആ കാട്ടിലെ മഹാവികൃതികളായ മുയൽക്കുട്ടന്മാർ ആയിരുന്നു മീലുവും നീലുവും. കാട്ടിൽ ഒരു പാവം അപ്പുപ്പൻ കരടി ഉണ്ടായിരുന്നു. തരം കിട്ടുമ്പോഴൊക്കെ നീലുവും അപ്പുപ്പൻ കരടിയുടെ ഗുഹയിൽ കേറി തേൻ കട്ടെടുക്കും. അപ്പുപ്പാ, വയ്യെങ്കിൽ വീട്ടിൽ ഇരുന്നാൽ പോരെ? ഇങ്ങനെ തപ്പിത്തടഞ്ഞ് നടന്നാൽ എവിടെങ്കിലും വീണ് തവിട് പൊടിയാകും. നീലുവും തേൻ തേടി നടക്കുന്ന അപ്പുപ്പൻ കരടിയെ കളിയാക്കും. തേൻ കട്ടെടുക്കുന്നത് നീലുവും ആണെന്ന് അപ്പുപ്പൻ കരടിക്ക് മനസ്സിലായി. കുട്ടികൾ അല്ലേ, സാരമില്ല, അപ്പുപ്പൻ കരടി വിചാരിച്ചു. ഒരു ദിവസം ഒരു വേട്ടക്കാരൻ കാട്ടിലെത്തി. വികൃതി കാട്ടി നടന്ന നീലുവും വേട്ടക്കാരൻ വെച്ച കെണിയിൽ അകപ്പെട്ടു. കെണി തുറന്ന വേട്ടക്കാരൻ നീലുവിനെയും ചെവിയിൽ തൂക്കി എടുത്തു. ഇതുകണ്ട അപ്പുപ്പൻ കരടി വേട്ടക്കാരന് മുകളിലേക്ക് ഒറ്റച്ചാട്ടം. അയ്യോ കരടി! വേട്ടക്കാരൻ നീലുവിനെയും അവിടെ ഇട്ടിട്ട് കരഞ്ഞുകൊണ്ട് ഒറ്റ ഓട്ടം. മക്കളെ, നിങ്ങൾക്ക് ഒന്നും പറ്റിയില്ലല്ലോ. ഞങ്ങളോട് ക്ഷമിക്കണേ കരടി അപ്പുപ്പാ. നീലുവും അപ്പുപ്പൻ കരടിയോട് മാപ്പ് പറഞ്ഞ്. പിന്നീട് ഒരിക്കലും മുയൽ കുട്ടന്മാർ അപ്പുപ്പൻ കരടിയെ കളിയാക്കിയിട്ടേ ഇല്ല. കൂട്ടുകാരെ, നമ്മൾ ഒരിക്കലും വയസ്സായ ആളുകളെ കളിയാക്കാനോ ചീത്ത പറയാനോ പാടില്ല. അപ്പുപ്പൻ കരടിയുടെ ഈ കഥ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? ഇതുപോലുള്ള കഥകൾ കാണാൻ അപ്പുപ്പൻ താടി എന്ന ഈ ചാനൽ എൻ്റെ എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ബൈ.